ഹായ് ഹലോ. 2025 ആദ്യ സിനിമ കണ്ടിറങ്ങി. ടൊവിനോ, അതുപോലെ തന്നെ ഷെമ്മി തിലകൻ, അർച്ചന കവി, തൃഷ, വിനയ് റായ് തുടങ്ങിയ പ്രധാനപ്പെട്ട താരങ്ങൾ വന്നിട്ടുള്ള സിനിമ. അഖിൽ പോളും അനസ്കാനും ചേർന്നാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു നല്ല സിനിമ കണ്ടുകൊണ്ട് തന്നെ ഈ വർഷം ആരംഭിക്കണം എന്നതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അത് വെച്ച് തിയേറ്ററിലോട്ട് ചെന്നു. പക്ഷേ സിനിമ തുടങ്ങിയത് നല്ല ഒരു എന്താ പറയാ, ഒരു നല്ലൊരു ത്രില്ലർ, ലക്ഷണമൊത്ത ത്രില്ലർ സ്വഭാവമുള്ള ഒരു സിനിമയായിട്ട് നല്ല മിസ്റ്ററി ഫീലോട് കൂടി തുടങ്ങി. പക്ഷേ സിനിമയുടെ ഒരു ഒരു പ്രധാന ഘട്ടം എത്തിയപ്പോൾ എനിക്ക് തോന്നിയത്, നമ്മുടെ കോബ്ര എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ സലീമേട്ടൻ സലീം കുമാർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഈ ഇരിക്കുന്ന ഞാനേ അത് ഞാനല്ല, ഞാൻ എവിടെയോ നല്ല വെളുത്ത് സുന്ദര കുട്ടപ്പനായിട്ട് എവിടെയോ ഉണ്ട് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ. അതുപോലെയാണ് എനിക്ക് സിനിമയുടെ ഒരു ഘട്ടം എത്തിയപ്പോൾ എനിക്ക് തോന്നിയത്. ഭയങ്കരമായ കൺഫ്യൂസിങ് ഫാക്ടറുള്ള ഒരു സ്ക്രിപ്റ്റ്. ഭയങ്കരമായിട്ട് കൺഫ്യൂസ് അടിച്ചു. ഇത് എന്താണ് ഇവിടെ നടക്കുന്നത്? 3-4 തവണ സ്ക്രിപ്റ്റ് വായിച്ചാലേ മനസ്സിലാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമ ഒറ്റ തവണ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ക്ലിക്കായില്ല. പല സാധനങ്ങളും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കുക എങ്ങനെയൊക്കെ വന്നിട്ടുള്ളത്. സിനിമ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നല്ല ലക്ഷണമൊത്ത ഒരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമയായിട്ട് തുടങ്ങി. നല്ല നല്ല രസമായിട്ട് തന്നെ തുടങ്ങി കേട്ടോ. തുടങ്ങി കുറച്ചങ്ങാട് ചെന്ന് കഴിയുമ്പോൾ ആണ് ഈ പറയുന്ന കൺഫ്യൂസിങ് ഫാക്ടറൊക്കെ വരുന്നത്. അവിടെ നിന്ന് അങ്ങ് പിന്നെ ഇന്റർവെല്ലിനോട് അടുക്ക പിടിച്ച് വരെ നമുക്ക് എന്നാലും ഇറ്റ്സ് ഓക്കെ ഫിലിം എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്റർവെല്ലിൽ ഇറങ്ങി. പക്ഷേ ഇന്റർവെൽ കഴിഞ്ഞ് തിരിച്ച് കയറിയിട്ട് സിനിമ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥയായിട്ടാണ്. അവിടെ ഇന്റർവെല്ലിന് ശേഷമാണ് കൂടുതൽ കൺഫ്യൂസിങ് ഫാക്ടറൊക്കെ വരുന്നത്. പിന്നെ ഇവർ പോസിറ്റീവ് സൈഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. പോസിറ്റീവായിട്ട് ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് കിടിലം വർക്കാണ് ജെയ്ക്സ് ബിജോ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യാമറ ചെയ്തിരിക്കുന്നത് അഖിൽ ജോർജ്, പിന്നെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ചമൻ ചാക്കോ. അവരൊക്കെ നല്ല രസമായിട്ട് തന്നെ ടെക്നിക്കലി സിനിമ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എഡിറ്റിംഗ് ഒക്കെ ചമൻ ചാക്കോ കിടിലനായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാമറ ആയാലും അടിപൊളിയാണ്. ജെയ്ക്സ് ബിജോയ് കിടിലനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെ എന്ന് പറയില്ലേ, ആ ഒരു പരിപാടിയായിരുന്നു. കാരണം ജെയ്ക്സ് ബിജോയ് കുറേ പണിയെടുത്തിട്ടും നമുക്ക് ഈ മേക്ക് ചെയ്യുന്നതിൽ കുറേ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ക്രിപ്റ്റ് എന്താ പറയുക, ഒരു ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് അവർ മേക്ക് ചെയ്യുമ്പോൾ ഇവർ ഇമ്പാക്റ്റ് ഇല്ലാതെ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവർ കുറേ ട്വിസ്റ്റ് എലമെന്റ്സ് ഉണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ട്വിസ്റ്റ് ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരു സിനിമയിൽ. പക്ഷേ ഇവർ ട്വിസ്റ്റ് ബിൽഡ് ചെയ്യുന്ന രീതിയൊക്കെ അടിപൊളിയായിരുന്നു. നന്നായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടിട്ട് ഇത് റിവീൽ ചെയ്യുന്ന സമയമുണ്ടല്ലോ, ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്ന സമയത്ത് ഒരു ഇമ്പാക്റ്റ് ഇല്ലാതെ പോകുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ട്വിസ്റ്റ് ബിൽഡ് ചെയ്തിട്ട് ആ ട്വിസ്റ്റ് പൊട്ടിക്കുന്ന സമയം നമുക്ക് പ്രേക്ഷകനെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതെന്തായിരിക്കാം സംഭവിക്കുന്നത് എന്നുള്ള നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് അവർ ചെയ്തത്. അതുപോലെ തന്നെ അവർ ആ ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്നത് ഒരു ഇമ്പാക്റ്റ് ഇല്ലാതെയാണ്, ഭയങ്കര പ്ലെയിൻ ആയിപ്പോയി പലയിടത്തും. ഇത് സിനിമയിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ കുറേ ട്വിസ്റ്റ് ഉണ്ട്, സെക്കൻഡിലുണ്ട്, പിന്നെ ക്ലൈമാക്സിലൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ട്വിസ്റ്റ് പരിപാടിയുണ്ട്. പക്ഷേ ഇമ്പാക്റ്റ് ഇല്ലാതെ ആയിപ്പോയി അവതരിപ്പിച്ചത് എന്നാണ് എനിക്ക് തോന്നിയത്. അത് വലിയൊരു നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് വൈസ് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാവരും. ടൊവിനോയുടെ ഒരു 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 ആറ്റിറ്റ്യൂഡ് പരിപാടിയൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ തൃഷ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഷെമ്മി തിലകൻ്റെ കാര്യം വരുമ്പോൾ ഷെമ്മി തിലകൻ ആ തുടക്കത്തിലൊക്കെ നല്ല രസമായിട്ട് തന്നെ ചെയ്തു. പക്ഷെ ഒരു എന്താ പറയുക, തൃഷയോട് കുറച്ച് കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുന്ന രീതിയിൽ, മോളെ ഇത് അങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണ് എന്ന് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള നല്ല ബോറ് പരിപാടിയായിരുന്നു അത്. എനിക്ക് ചിരിയാണ് ആ സമയത്ത് വന്നിട്ടുള്ളത്. പിന്നെ അജു വർഗീസിന്റെ ക്യാരക്ടർ നല്ല നല്ല അജു വർഗീസ് പോലീസിന്റെ ഒരു ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോൾ നല്ല മറ്റേ ക്രൈം ഫയലിലൊക്കെ നമ്മൾ കണ്ടതാണ്. നല്ല ആറ്റിറ്റ്യൂഡ് പിടിച്ചിട്ടുള്ള ആക്ടിങ് ആണ് അദ്ദേഹത്തിന്റെ. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അർച്ചന കവി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് എനിക്ക് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് എന്ന് വെച്ചാൽ ക്ലൈമാക്സിലോട്ട് അടുക്ക പിടിച്ച് എനിക്ക് തോന്നിയത് ഇത് നമ്മുടെ ഉദയകൃഷ്ണ എഴുതിയ സ്ക്രിപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഉദയകൃഷ്ണയുടെ ഒരു പരിപാടിയാണല്ലോ, നായകൻ ഒരു പ്രധാനപ്പെട്ട ഒരു സമയത്ത് ഒരു പോയിന്റിലെത്തുമ്പോൾ നായകൻ ഇന്നതല്ല, നായകൻ വേറൊരു സംഭവമാണ്, മേജർ മുകുന്ദ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ, അങ്ങനത്തെ ഒരു പരിപാടി അവതരിപ്പിക്കണ പറയുന്നുണ്ട്. നായകനെ വേറെ അത്രയും നേരം കാണിച്ച നായകനല്ല, നായകൻ വേറെ ആരോ ആണ് എന്നുള്ളൊരു സാധനം കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഉദയകൃഷ്ണയുടെ. അത് ഇതിനകത്തുണ്ട്. അപ്പം ഞാൻ ഉദയകൃഷ്ണ എങ്ങാനും ഇത് സ്ക്രിപ്റ്റിൽ ഭാഗമായിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പോസിറ്റീവായിട്ട് ഞാൻ പറഞ്ഞ ഈ ടെക്നിക്കൽ പരിപാടികളെല്ലാം നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ
നമ്മൾ പിന്നെ ക്ലൈമാക്സിൽ ഫൈറ്റ് ആക്ഷൻ പരിപാടികളൊക്കെ നല്ല രസമായിട്ട് തന്നെ അവരെടുത്ത് വെച്ചിട്ടുണ്ട്, മേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സിനിമ ഭയങ്കര കൺഫ്യൂസിങ് എലമെന്റ് ഉള്ള ഒരു പരിപാടി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇമ്പാക്റ്റോട് കൂടി പല ഇവർ ചെയ്തു വെച്ചിട്ടുള്ള പരിപാടി ഇമ്പാക്റ്റോട് കൂടി കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഈ ക്ലൈമാക്സിലുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ അത്ര അങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ക്ലൈമാക്സിലുള്ള ഒരു ആക്ഷൻ പരിപാടി കാണാൻ വേണ്ടി മാത്രം ഒരു 2.5 മണിക്കൂർ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സിനിമയുടെ ദൈർഘ്യം ഒരു പ്രശ്നമാണ്. സിനിമ സ്ലോ അല്ല, ഒരു സ്ഥലത്തും സ്ലോ അല്ല, ഫുള്ള് കുറച്ച് നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് അവർ മേക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്താ പറയുക, എന്നിട്ട് പോലും കുറച്ച് ദൈർഘ്യം കൂടുതലുള്ള പോലെ എനിക്ക് തോന്നി. ടോട്ടലി എനിക്ക് ഒരു നിരാശ ആയിട്ടുള്ള, എന്നാൽ എന്താ പറയുക, മലങ്കൾട്ടോ അല്ലെങ്കിൽ ഒരു അപരാധമോ ആയിട്ട് പോയിട്ടില്ല. ജസ്റ്റ് എനിക്ക് തോന്നുന്നു ജെയ്ക്സ് പിജോയുടെ മ്യൂസിക്കൊക്കെ ഉള്ളത് കൊണ്ടാണ് കുറച്ചൊരു ജസ്റ്റ് എസ്കേപ്പ് അപരാധം ആയിട്ട്. പക്ഷേ അപരാധമൊന്നും അല്ല. പക്ഷേ എന്നാൽ ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്ത ഒരു സ്ക്രിപ്റ്റിൽ, അങ്ങനെ എന്താ പറയുക, കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിൽ ഇമ്പാക്റ്റ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു മേക്കിംഗ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. വർഷത്തിലെ ആദ്യത്തെ സിനിമ തന്നെ ഇങ്ങനെ പാളിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെ തോന്നിയെന്ന് അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും വരാം. ബൈ.